സ്ത്രീകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഞാൻ ഈ അടുത്തിടെയായിട്ട് നല്ലൊരു മനുഷ്യൻ്റെ വീഡിയോ കണ്ടു. അതിൽ ഈ ദേഷ്യത്തിൻ്റെ പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിന് താഴെയുള്ള കമൻസാണ് എനിക്ക് കൂടുതൽ ഇതായത്. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് അത്രയും ഫീലായിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് ഞാൻ തന്നെയാണോ എന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള കമൻസാണ് അതിന് താഴെ ഉണ്ടായിരുന്നത്. ശരിയാണ്, അങ്ങനെയാണെന്നുള്ളത്. ഞാനും കുറേ കാര്യങ്ങൾ അതുപോലെ കണ്ടെത്തിയിട്ട് എനിക്കും ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അതിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്കും സത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് വരുന്നത് ഉറക്കക്കുറവ്. നമ്മൾ സ്ത്രീകൾക്ക് രാവിലെ നമ്മൾ എണീക്കും. പ്രത്യേകിച്ച് വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിൽ അത്രയും നേരത്തെ എണീക്കേണ്ടി വരുമല്ലോ. നമുക്ക് ഉറക്കക്കുറവ് പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. നല്ല പോലെ ക്ഷീണം ഉണ്ടാവും. ഒരു വ്യക്തിക്ക് മതിയായ ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ടാവില്ല. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിക്കും. അപ്പോൾ നമുക്ക് ചെറിയ കാരണങ്ങൾ പോലും അത് വലുതായിട്ട് നമുക്ക് ഒരു ദേഷ്യമായിട്ട് മാറും. രണ്ടാമത്തേത് വരുന്നത് അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ ചിലരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കല്യാണത്തിന് മുൻപൊക്കെ ഓൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദേഷ്യമാണ്, വാശിയാണ് എന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, പല റോളുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഭാര്യ, ഉമ്മ, മറ്റ് പല റോളുകളും നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ വീട്ടിലുള്ള ജോലികളും കുടുംബകാര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ചിലർക്ക് അതിന് കഴിയില്ല. അപ്പോൾ മാനസിക സമ്മർദ്ദം നമുക്ക് കൂടും. അത് നമുക്കൊരു ദേഷ്യത്തിന് കാരണമാക്കും. മൂന്നാമത്തേത് വരുന്നത് ശാരീരിക ക്ഷീണമാണ്. നമുക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം തന്നെ ഇതിന് കണക്റ്റാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കണക്റ്റായിട്ട് വരുന്നതാണ്. ശാരീരിക ക്ഷീണം നമുക്ക് വരുമ്പോൾ ഓരോരോ അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് നമുക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൻ്റെ ക്ഷമ നമുക്ക് കുറയും. വീട്ടിലെ ജോലികൾ, അതിൻ്റെ ഇടയിൽ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. നാലാമത്തേത് കേൾക്കപ്പെടുന്നില്ല എന്ന തോന്നൽ. സ്വന്തം അഭിപ്രായങ്ങൾക്കും വികാരങ്ങൾക്കും വില ലഭിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നുമ്പോൾ നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടുമായിരിക്കും. അഞ്ചാമത്തേത് ഹോർമോൺ മാറ്റങ്ങൾ. ആർത്തവചക്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ചില സ്ത്രീകളിൽ ഇത് നമുക്കൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് കുറേയൊക്കെ എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ഇതിങ്ങനെ അത്ര തന്നെ അറിയില്ലായിരുന്നു. ആറാമത്തേത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ്. ചില സമയത്ത് ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിനെ ബാധിക്കുന്ന എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഒരു മനസ്സമാധാനം ഇല്ലാത്ത സിറ്റുവേഷനൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ദേഷ്യമൊക്കെ വന്നേക്കാം. ഏഴാമത്തേത് സ്വന്തം സമയമില്ലായ്മ. പല സ്ത്രീകൾക്കും തങ്ങൾക്കായി സമയം മാറ്റി വെക്കാൻ കിട്ടാറില്ല. വീട്ടുജോലികൾ, മക്കളുടെ കാര്യങ്ങൾ, മറ്റങ്ങനെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് സ്വന്തം ഒരു സമയം നമുക്ക് കിട്ടാറ് പോലുമില്ല. എട്ടാമത്തേതാണ് വിലമതിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കാത്തപ്പോൾ നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു അഭിപ്രായം പറയാതെ എണീറ്റ് പോകുന്നവരുണ്ട്. എന്നാൽ നന്നായിട്ടുണ്ടെങ്കിൽ നല്ലതായി എന്ന് പറയുന്നവരുണ്ട്. അത് നല്ലതായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും പറയാതെ എണീറ്റ് പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വല്ലാത്തൊരു ഫീല് വരില്ലേ. ആ സമയത്തും ദേഷ്യം വന്നേക്കാം. ഈ സമയത്ത് തോന്നിയ ദേഷ്യം അതപ്പം തന്നെ പ്രകടമാണെന്നില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാരണം കിട്ടുമ്പോഴായിരിക്കും അത് നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചാടുന്നതല്ലേ. നമ്മുടെ ഒമ്പതാമത്തെ റീസണും അതുതന്നെയാണ്, അടക്കി വെച്ച വികാരങ്ങൾ. നമുക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ, അങ്ങനെയുള്ള ആശങ്കകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ നമുക്ക് ദേഷ്യമായിട്ട് പുറത്തു വരും. പത്താമത്തേത് സാമ്പത്തിക ആശങ്കകളാണ്. വീട്ടുജോലികൾ, കുട്ടികളുടെ പഠനം, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ എന്നിവ മാനസിക സമ്മർദ്ദത്തിന് നമുക്ക് കാരണമാകും. പ്രത്യേകിച്ചൊരു സിംഗിൾ പാരൻ്റൊക്കെ ആണെങ്കിൽ കൂടുതലായിരിക്കും ഈ ഒരു കാര്യത്തിലൊക്കെ ടെൻഷനും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മക്കളോടും മറ്റുള്ളവരോടൊക്കെ ആയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് അടക്കി വെക്കാനാവില്ല. ഈ കാരണങ്ങളൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം നമുക്കിതൊക്കെ ഈ ഒരു ദേഷ്യത്തെ അലിയിച്ച് കളയുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളുണ്ട്.
നമുക്ക് പാരൻസ് ആണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉമ്മമാരോട് ഇടയ്ക്കൊക്കെ ഒന്ന് ഉമ്മ കഴിച്ചോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഉമ്മ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു എന്ന് പറയാം. അങ്ങനെയൊക്കെ നമുക്ക് ഇത് പാർട്ട്നേഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ്മാരൊക്കെ ഇതുപോലെ ചെയ്യുക. നീ കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മാറാവുന്നേ ഉള്ളൂ ഇതൊക്കെ. അതുപോലെ പാരൻസിനും ആവാം, എപ്പോഴും നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്ക് എടുത്ത് തരാനൊക്കെ നിൽക്കുന്ന ആളായിരിക്കും. അപ്പോൾ മക്കളോടും മരുമക്കളോടൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നീ കഴിച്ചോന്നോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നല്ലതായി എന്ന് പറയുകയൊക്കെ ചെയ്താൽ അവർക്കും അതൊരു ഹാപ്പിയാവും. ഇതുപോലെയുള്ള ദേഷ്യമൊക്കെ ഇല്ലാതാവും. ഉമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാർ എപ്പോഴും ദേഷ്യപ്പെടുന്നവരാണെന്ന് പറയുന്നവർ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലുണ്ടല്ലോ കുറേ ദേഷ്യങ്ങൾ കുറയുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണെന്ന് പറയാതെ ഇതുപോലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സപ്പോർട്ടാക്കാനും ഷെയർ ആക്കാനൊന്നും മറക്കല്ലേ. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലുള്ള പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളിൽ ഒന്നും ആരോടും ഒരു ദേഷ്യം ഒന്നും ഉണ്ടാവില്ല. നമ്മളിതുപോലുള്ള കുറേ കാര്യങ്ങളങ്ങ് ഒഴിവാക്കാനായിരിക്കും കുറച്ച് ദേഷ്യപ്പെടുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ നമുക്ക് വാശിക്കാരിയാവും, ദേഷ്യക്കാരിയാവും ഒക്കെ ആവും.